1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്ന വൻ വികസന പദ്ധതികളാണ് ജില്ലയിൽ കിഫ്ബി വഴി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. റോഡുകളും സ്കൂളുകളും പാലങ്ങളും വികസിപ്പിക്കുന്നതിനപ്പുറം രാജ്യത്തെ തന്നെ സർക്കാർ മേഖലയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്കും കിഫ്ബി തുടക്കമിട്ട് കഴിഞ്ഞു. കിഫ്ബിയുടെ ചിറകിലേറി വികസന കുതിപ്പിലാണ് കോഴിക്കോട് ജില്ല. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് ഇതിനോടകം തന്നെ കിഫ്ബി നടപ്പിലാക്കിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിലെല്ലാം അനന്ത സാധ്യതകളാണ് കിഫ്ബി തുറന്നിട്ടത്. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. ഈ വികസന വഴിയിൽ ഉയരുന്ന പേരാണ് കിഫ്ബി. കിഫ്ബി വഴി ജില്ലയിൽ നടപ്പിലാക്കിയതും വരാനിരിക്കുന്നതുമായ പദ്ധതികൾ ഒട്ടനവധിയാണ്. അമേരിക്കയിലെയും ചൈനയിലെയും സമാനമായ ലോകോത്തര സംവിധാനങ്ങളിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന അവയവമാറ്റ ആശുപത്രി ഇതിൽ ഒരു പ്രധാന അധ്യായമാണ്. ആരോഗ്യരംഗത്ത് രാജ്യമുറ്റുനോക്കുന്ന കേരളത്തിന്റെ ഏറ്റവും മാതൃകാപരമായ ഇടപെടലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. 617 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതി കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ചേവായൂരിലെ 20 ഏക്കർ സ്ഥലത്താണ് സർക്കാർ സംവിധാനത്തിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ICU, HDU സൗകര്യങ്ങൾ, ഡയാലിസിസ് സെന്റർ, 10 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 14 സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവ ഒരുക്കും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാകും കിഫ്ബി സഹായത്തോടെയുള്ള ഈ അവയവമാറ്റ ശസ്ത്രക്രിയ ആശുപത്രി. ഇങ്ങനെ കേരളത്തിന്റെ മുക്കലും മൂലയിലും ശരിക്കും പറഞ്ഞാൽ കിഫ്ബി എത്താത്ത ഒരു മേഖല ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഫണ്ടിങ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് സാധ്യമാവില്ല. നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന കനോലി കനാലിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണ് കനാൽ സിറ്റി പദ്ധതി. അരയെടുത്തുപാലം മുതൽ എരഞ്ഞിപ്പാലം വരെയുള്ള ഭാഗമാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത്. ഇതോടെ യൂറോപ്യൻ നഗരങ്ങളിലേതുപോലെ ജലഗതാഗതവും വിനോദസഞ്ചാരവും സമന്വയിപ്പിക്കുന്ന വലിയൊരു മാറ്റത്തിനാണ് കോഴിക്കോട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 1118 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണിത്. കോഴിക്കോട് നഗരവാസികളുടെ 4 പതിറ്റാണ്ടോളം പഴക്കമുള്ള ആവശ്യമായിരുന്നു പുതിയ പാലം. ഇടുങ്ങിയ പൊളിഞ്ഞു വീഴാറായ പാലം കിഫ്ബിയുടെ ചിറകിലേറി മുഖം മിനുക്കി. പുതിയ പാലത്തെ മീഞ്ചന്ത മിനി ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. കിഫ്ബി വഴി 2022 60 കോടി രൂപ അനുവദിച്ചതോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലത്തിനൊപ്പം ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുമുണ്ട്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസമാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. നഗരത്തിലെയും മലയോര തീരദേശ പാതകളുടെയും വികസനവും അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. തിരുവമ്പാടി, കൊടുവള്ളി, ബാലുശ്ശേരി മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേക്ക് 86 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. പാതയുടെ ആദ്യഘട്ടം പൂർത്തിയായി. മലബാറിന്റെ പ്രൗഢസ്തംഭമായ കോരപ്പുഴ പാലമടക്കം യാത്രാവേഗം സുഗമമാക്കിയ ഒട്ടനവധി പദ്ധതികൾ. വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബി മാറ്റു കുറച്ചിട്ടില്ല. പൂട്ടിപ്പോകുമെന്ന് കരുതിയിരുന്ന ജില്ലയിലെ ഒട്ടനവധി വിദ്യാലയങ്ങളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയതടക്കം കിഫ്ബിയുടെ ഇടപെടലുകൾ നീളുകയാണ്. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് കിഫ്ബി വഴി കോഴിക്കോട് ജില്ലയിൽ സാധ്യമായത്. ജില്ലയിലെ സമഗ്ര മേഖലയിലും വികസനം എത്തിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞു. ക്യാമറമാൻ അനൂപിനോടൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.